ഇവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം തുടങ്ങിയിട്ട് നാൾ കുറയായി. എല്ലാ തെരഞ്ഞെടുപ്പിലും അത് വിഷയമാകാറുണ്ട്, പക്ഷേ പ്രശ്നപരിഹാരമാകുന്നില്ല എന്നാണ് അവർ. പക്ഷെ അവരെ കൂടി കേൾക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് അവരെ കൂടി കേൾക്കാതിരിക്കാൻ കഴിയില്ല. എന്താണ് നേരിട്ടുള്ള ചോദ്യം? എന്താണ് നേരിട്ടുള്ള ചോദ്യം? ആരോടാണ്? 3 പേരോടുമാണ്. ഇപ്പോൾ ഒരു സമരം നടക്കുന്ന 59 ദിവസമായി. നിങ്ങൾ 3 പേരുടെയും നിലപാടുകളൊന്ന് പറയണം. അതുകൂടാതെ ഈ എൻഡോസൾഫാൻ ദുരന്തത്തിനുള്ള പരിഹാരം എന്താണെന്ന് പറയണം. പ്രത്യേകിച്ച് VV രമേശിനോട് ചോദിക്കാനുള്ളത്, 2017 DYFI ആയിരിക്കും ഒരു വിധി വന്നിരുന്നു. അതിൻ്റെ ഇവിടെ കൊടുക്കുന്ന മുഴുവൻ തുകയും കമ്പനിയോടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോട് വാങ്ങണം. ഇവിടെ ഞങ്ങൾക്ക് വളരെ വിഷമത്തോടെ പറയാനുള്ളത്, മരുന്നില്ല, ചികിത്സയില്ല. അതിന് BJP നേതാവിൻ്റെ കാര്യം കൂടെ പറയണം. കാരണം NHMൻ്റെ മരുന്ന് ഇവിടെ കിട്ടിയിരുന്നു, ഇപ്പം അത് നിർത്തി. ഞങ്ങൾ ഇപ്പം പല അമ്മമാരും ചോദിക്കുന്നത് ഒരു ദയാബദ്ധം ഞങ്ങൾക്ക് തന്നൂടെയാണ്. അന്ന് DYFI കോടതിയിൽ പോയപ്പോൾ, സുപ്രീം കോടതി പോയപ്പോൾ, DYFI സംസ്ഥാന ട്രഷറായിരുന്നു ഞാൻ. അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ പ്രക്ഷോഭമായിട്ടാണ് ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആനുകൂല്യവും കേന്ദ്ര കമ്പനികളിൽ നിന്ന് കൊടുക്കാനുള്ള ഉത്തരവ് വന്നത്, അത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. അത് കോർപ്പറേറ്റുകളിൽ നിന്നും ആ കമ്പനികളിൽ നിന്നും നേടിക്കൊടുക്കാൻ ഇടപെടാൻ കഴിയുന്നത് MP-ക്കാണ്. ഈ 5 വർഷക്കാലം കാസർഗോഡിന്റെ MP എൻഡോസൾഫാൻ സുപ്രീം കോടതി വിധി പ്രകാരം കിട്ടേണ്ട കാശ് സംസ്ഥാന സർക്കാർ കൊടുത്ത കാശ് രമേശ ഒരു കാര്യം കേൾക്കണം, അതൊന്ന് വായിച്ചു. അതൊന്ന് വായിച്ചു നോക്കണം. അല്ലല്ല, 2017 വിധിയിൽ പറയുന്നത് അതൊന്ന് വായിച്ചു നോക്കണം. ഒന്നുകൂടെ അതിൽ പറയുന്നത്, ഇപ്പൊ ഞങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ പോകുമായിരുന്നു. MP-ക്ക് പറ്റില്ല, കേരള സർക്കാരാണ് പോണ്ടേ, ചീഫ് സെക്രട്ടറി ആവണ്ടേ. ചീഫ് സെക്രട്ടറി അതിനകത്ത് കേസിൽ പോകേണ്ടത്. നാളെ പോയാൽ, കാരണം 2 തവണ കോടതി അലക്ഷ്യ കേസാണ്. നാളെ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ ആ തുക അത്രയും ഇവിടെ കിട്ടും. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു കേന്ദ്രത്തിനോട് യാചിക്കേണ്ട കാര്യമില്ല രമേശ. അതുപോലെ എന്തുകൊണ്ട് നിർത്തി എന്ന് പറയാനുള്ള ബാധ്യത ഈ പറയുന്ന BJP നിൽക്കാറുണ്ടോ? അത് പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോഴല്ലേ? CVV രമേശൻ കളവ് പറഞ്ഞു പോയി. മന്ത്രി പറഞ്ഞു എൻഡോസൾഫാൻ ഇതുവരെ സെല്ലോകം ചെയ്തിട്ട് മന്ത്രി ഇന്നാൾ പറഞ്ഞത് ഓൺലൈനിൽ കൂടുന്നതാ. ഇല്ല, കള്ളത്തരം പറയുന്നത് എന്തിനാ? ഒരു മിനിറ്റ്, 3 പേരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 58 ദിവസമായി തെരുവിൽ, നിങ്ങൾ അന്വേഷിച്ചോ ഞങ്ങളെ കാര്യം? നിങ്ങളുടെ സമരത്തിനൊപ്പം ഒരു മിനിറ്റ്, 2019 ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് 1031 പേര് എത്രയും പെട്ടെന്ന് എടുക്കുന്നുള്ളത്. പക്ഷെ ഇത് വർഷങ്ങളായിട്ട് ഒരമ്മ തല മുണ്ടനം ചെയ്തിട്ട് കേരളത്തിന്റെ ഒരു തെരുവിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീക്ക് കിട്ടാത്ത നീതി ഇവർക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് 52 ദിവസം നിങ്ങൾ ആയിരക്കണക്കിന് അമ്മമാരാണ് ഈ ഷൈനിയുടെ കുട്ടിയെ കുട്ടിയാണ്, എന്റെ നാട്ടിലെ കുട്ടിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. എൻഡോസൾഫാൻ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ആവശ്യമായിട്ടുള്ള വൈദ്യസഹായങ്ങളും ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങളും മിഷനും ബാക്കിയുള്ള സൗകര്യങ്ങളും ഉണ്ട്. അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെയാണ് നിർത്തിയെന്ന് അറിയില്ല, അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുംകാല നാളുകളിൽ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സമരത്തിന് നിങ്ങളുടെ കൂടെ എന്റെ പാർട്ടിയും എന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഉണ്ടാവുമെന്ന് ഈ വേദിയിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 58 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തില് നിങ്ങളുടെ പങ്ക് എന്തെന്നാണ്?
നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ 3 ആളോടും കൂടിയാ ചോദിക്കുന്നത്. എത്ര അതിലുണ്ടോ കാലം എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ കിടക്കണം? ആ, ആ. ഇവിടെ വിഷു വരാൻ വേണ്ടി പോവാണ്. നമ്മൾ ജനുവരി 30 തുടങ്ങിയതാണ് ഈ സമരം. ആ. നിങ്ങളോട് 3 ആളും കൂടിയാണ് ചോദിക്കുന്നത്, എത്ര കാലം നമ്മൾ ഇവിടെ കിടക്കണം? ശരി 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 മറുപടി അത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളാണ് അതിന് ഉത്തരം പറയേണ്ടത്. പ്രദീപ് കുമാർ, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. 2016 അല്ല പറയട്ടെ അല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അല്ലേ? പ്രദീപ് കുമാർ ബഹുമാനനായ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടന്നത്. അന്ന് ഉമ്മൻചാണ്ടി കൃത്യമായി അതിനകത്ത് ഇടപെടുകയും കൃത്യമായി മെഡിക്കൽ ക്യാമ്പുകൾ ഏതാണ്ട് 34 മെഡിക്കൽ ക്യാമ്പുകൾ അന്ന് നടന്നിട്ടുണ്ട്. 5227 ആളുകളെ അന്ന് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട്. 610 ആളുകൾ അന്ന് വിട്ടുപോയിട്ടുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനമായിരുന്നു. പിന്നീട് സമഗ്ര പുനരധിവാസ പദ്ധതിയും ഗ്രാമ പദ്ധതിയും അന്ന് തുടക്കം കുറിച്ചു. പിന്നീട് 1 കോടി 1.20 കോടി കടമെഴുതി തള്ളാൻ 50,000 രൂപ വീതം അത് തീരുമാനമെടുത്തു. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ സഹായം നൽകിയിട്ടുണ്ട്. പെൻഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് മുഴുവനായി ഇത് 1 മിനിറ്റ് പറയട്ടെ ഇല്ല അങ്ങനില്ല 2016 നിയമസഭയിൽ ഇതുവരെയും പെൻഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 8 മാസം ഒരു മാസമായി കിട്ടുന്നുള്ളൂ. ഞങ്ങളെ അമ്മമാർ ഇല്ല പണ്ടത്തെ കാലത്തൊക്കെ കാര്യമുണ്ടോ? ഇല്ല പണ്ടത്തെ കാലത്ത് കാര്യമുണ്ടോ? ഇവിടെ ആർക്കും പെൻഷൻ ഇല്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങളും കൊടുക്കില്ല എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? 7 വർഷമായി അതിപ്പോ കൊടുത്തു തുടങ്ങി. 7 വർഷമായി എത്ര പേർ കിട്ടാൻ ബാക്കിയുണ്ട്? എത്ര പേർക്കാണ് കിട്ടാൻ ബാക്കിയുള്ളത്? ഈ മക്കളെ കോൺഗ്രസ് പാവങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നത് ഒന്നും കൊടുക്കുന്നില്ല. ഈ പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടോ പെൻഷൻ ആർക്കും 62 ലക്ഷം കുടുംബങ്ങൾക്ക് 62 ലക്ഷം കുടുംബങ്ങൾക്ക് ഏപ്രിൽ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കൊടുക്കണ്ടേ? അല്ല ആഷ്മി കൊടുക്കണ്ടേ? ഏപ്രിൽ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് 8 മാസത്തെ DBT പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ 8 മാസമായി കുടിശ്ശികയാണ്. കേന്ദ്രം പൈസ കൊടുക്കുന്നതാ പറയുന്നത്. കേന്ദ്രം പൈസ കൊടുക്കണമെങ്കിൽ കേന്ദ്രം പൈസ കൊടുക്കുന്നതാ പറയുന്നത്. എന്താണ് കാരണം? അല്ലല്ല നിർമ്മലാ സീതാരാമനെ നിങ്ങൾ പല പ്രാവശ്യം പോയി കണ്ടല്ലോ. കണ്ടു. എന്താണ് കാരണം പറഞ്ഞത്? നിങ്ങൾ അല്ല നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കുടിശ്ശികയ്ക്ക് പൈസ ഇല്ലെന്നാണ് പറയുന്നത്. 57,000 കോടിയാണ്. 57,000 ഏറ്റവും കോടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്ന ഒരു സർക്കാരും അതിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ ഈ കേരളത്തില് കേരള യാത്ര നടത്തുന്ന സമയത്ത് നേരെ ഡൽഹിക്ക് പോയി സമരം നടത്തൂ സുഹൃത്തുക്കളെ. ഇവിടെ കുടിശ്ശിക നടത്തൂ. ഇവിടെ കുടിശ്ശിക ഏറ്റവും ഒടുവിൽ നെല്ല് സംഭരണ കുടിശ്ശിക 890 കോടി കേരളത്തിലുണ്ട്. നെല്ല് സംഭരണമല്ല 5 മാസം നമ്മൾ പറഞ്ഞത്. ഞാൻ പറയുന്നത് സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ട ബാധ്യത അതത് പ്രദേശത്തെ സംസ്ഥാന സർക്കാർ ഉണ്ടോ ഇല്ലയോ? കഴിഞ്ഞ 8 മാസമായി അവർ കൊടുക്കുന്നുണ്ടോ? കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റാങ്കിൽ ഒരാളെ ഡൽഹിയിൽ ഇരുത്തിയത് ആദ്യം സമ്പത്തിനെ ഇരുത്തി, KV തോമസിനെ ഇരുത്തി. എന്തിനാ പിന്നെ ആ പണം ചെലവഴിക്കുന്നത്? പിരിച്ചുവിടണം നിങ്ങൾ. അവരെ പിരിച്ചുവിടാൻ തയ്യാറാവണം. സമരം ചെയ്തിട്ടുണ്ട്, വേണ്ടത് പ്രതി ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ എംപിമാരും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഇല്ല ഞാൻ പറഞ്ഞില്ലേ, കേരളം നന്നാകണമെങ്കിൽ ഈ 2 മുന്നണികളും കേരളത്തിലെ ജനങ്ങള് ഇവരെ പുറത്താക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ കേരളം രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. പെൻഷൻ ഇപ്പൊ അന്ന് പറഞ്ഞത് 13 മാസം നിങ്ങൾ പറയുന്നു. പക്ഷെ സ്വരാജിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ട് 3 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ളതാണെന്ന് LDF സർക്കാർ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നു 600 രൂപ പെൻഷൻ 1600 ആക്കിയത്. 600 രൂപ പെൻഷൻ ഉണ്ടാകുമ്പോൾ അരിക്ക് 23 രൂപയായിരുന്നു വില. ഇന്നത്തെ വില 48 രൂപ കൊടുത്താൽ അരി കിട്ടാനില്ല. ഏതെങ്കിലും ഒരു മാവേലി സ്റ്റോറിൽ നിന്നും ഞാൻ വി രമേശിനെ കൂടെ വരാം. കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു മാവേലി സ്റ്റോറിൽ നിന്നും ഒരു പാക്കറ്റ്
ചാക്കില്ല. ഇത് മാവേലി സ്റ്റോറിലെ അരി മാത്രമല്ല, ഒരു സാധനമില്ല, ഒരു സാധനമില്ല. 13 സാധനങ്ങൾക്ക് ഇത്രയും പറയുകയാണ്. 13 സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുത്ത കേരളത്തിലെ ഗവൺമെന്റുകൾ. കേരി ഇട്ടാണോ? കേരി അവിടെ കേരി നമ്മളെ അന്നാഹാരം കഴിക്കുന്നവരാണ്. ഫോൺ പോലെ തന്നെയാണ്. ആവശ്യമായിട്ടുള്ള അരി കുട്ടനാട്ടിലും പാലക്കാടിലും പണ്ട് ഉത്പാദിപ്പിച്ചിരുന്നു. അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞ കേന്ദ്രം അവരാണല്ലോ ഭരിച്ചത്. അവർ പറഞ്ഞ നിങ്ങൾ നാണ്യവിളകൾ ഉണ്ടാക്കൂ, നിങ്ങൾക്ക് ആവശ്യമായ അരിയും ഗോതമ്പും എല്ലാം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. ഈ രാജ്യത്ത് ശരി. ഇവിടെ കേന്ദ്രം ഫണ്ട് തരാനുണ്ടോ കോൺഗ്രസ് സംശയമുണ്ടോ? ഇവിടെ കേന്ദ്രം ഫണ്ട് തരാനുണ്ട്. ഫണ്ട് തരാൻ ഉള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുമ്പോഴൊന്നല്ല, നെല്ല് സംഭരണത്തിന് 800 കോടി തന്നു. നെല്ല് 5 വർഷത്തെ കുടിശ്ശിക 800 കോടി തന്നു. അപ്പൊ കുടിശ്ശിക തരാനുണ്ട്. അപ്പൊ അതിന് കൂടെ നിൽക്കണ്ടേ കോൺഗ്രസ്? ഇവിടെ കൊടുത്ത പണം എന്തിനൊക്കെ ചെലവഴിച്ചു. ഇവിടെ 2 വർഷം, ഒരു വർഷത്തിലേറെയായി പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് വാങ്ങുന്നു. എന്തിനാ? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ. എവിടെ കൊടുത്തു? കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിന് വിലയുള്ള ഒരു സംസ്ഥാനമാണ് പറയട്ടെ, ഒരു മാസം നവകേരള സാധനം തൊട്ട് മുമ്പ് ഇപ്പോ 2 മാസം കൊടുത്തു. ബാക്കിയോ? വരാം. ഇവിടെ എല്ലാ വിഷയങ്ങളും നമ്മുടെ ചർച്ചയിലേക്ക് വരികയാണ്. അപ്പൊ സ്വാഭാവികമായും കാസർഗോഡ് ഇവിടെ പ്രചരണ വിഷയമാകുന്ന പല വിഷയങ്ങൾ, ഒരു ചെറിയ ഇടവേള കൂടി നമ്മുടെ ഈ വിഷയങ്ങളിലേക്ക് തന്നെയാണ്. ഇടവേള.